നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. സംവരണം നിലവിലെ സീറ്റുകളിൽ മതി എന്ന നിലപാടിൽ കോൺഗ്രസ്. പ്രതിപക്ഷ പിന്തുണയ്ക്കായി പുതിയ ഭേദഗതി കൂടി ചേർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബില്ലിൽ 4 മണിക്ക് വോട്ടെടുപ്പ്. ബില്ല് പാസ്സാകാൻ 3/2 ഭൂരിപക്ഷം വേണമെന്നത് സർക്കാരിന് വെല്ലുവിളി. മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച അനവസരത്തിലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. തന്റെ ഡൽഹി സന്ദർശനം മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ടല്ല എന്നും ചെന്നിത്തല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ. നിതിന്റെ മരണത്തിൽ പങ്കില്ലെന്ന് പ്രതികളായ ഡോക്ടർ എം കെ റാമും ഡോക്ടർ സംഗീതയും ഇരുവരും മുൻകൂർ ജാമ്യ ഹർജി നൽകി. സംഭവത്തിൽ ഇൻസ്റ്റാ പേ ലോൺ ആപ്പിനെതിരെ കേസെടുത്ത ചക്കരക്കൽ പോലീസ്. ഭയപ്പെടുത്തി പണം തിരിച്ചടപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് എഫ്ഐആർ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുന്നു. പോലീസ് സംഘം എത്തിയത് പെൺകുട്ടിയെയും ഭർത്താവിനെയും അന്വേഷിച്ച്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും കത്ത് നൽകിയിരുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തനത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. മതപരിവർത്തന സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധമെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചതായും നിഗമനം. സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി. സംസ്ഥാനത്ത് ചൂടിന്റെ കാഠിന്യം തുടരുന്നു. പലയിടത്തും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിക്കുന്ന സാഹചര്യത്തിൽ KCB ഉന്നതതല യോഗം ഇന്ന്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്കായുള്ള സാധ്യത തെളിയുന്നു. ഇറാനുമായുള്ള ആണവ തർക്കത്തിൽ ഒത്തുതീർപ്പിന് സാധ്യത തെളിയുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ തയ്യാറായതായി ട്രംപ്. ഇറാൻ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും അമേരിക്കയുടെ മുന്നറിയിപ്പ്. ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതിയായ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് മണ്ണാർക്കാട് SC/ST കോടതി തള്ളിയത്. പ്രശോഭ് ഇപ്പോഴും ഒളിവിൽ തന്നെ. പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ കൊൽക്കത്തയ്ക്ക് ഇന്ന് ജയം അനിവാര്യം. മത്സരം രാത്രി 7 മുതൽ അഹമ്മദാബാദിൽ. പൂർണ്ണമാകുന്നു. നമസ്കാരം.